നമ്മൾ ഇന്ന് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത് ഡിജിറ്റൽ 101 കോഴ്സിന് വേണ്ടുന്ന അത്യാവശ്യം കുറച്ച് കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും, നിങ്ങൾക്ക് MCQ വരുമ്പോൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം ഞാൻ മെഷീൻ ലേണിംഗ് ആണ്. മെഷീൻ ലേണിംഗ് ഡിഫറെൻറ്റ് മെത്തേഡ്സ്. അതിനു മുമ്പായിട്ട് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന നിങ്ങളിവിടെ സ്ക്രീനിൽ കാണും. ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹ്യൂമൻ്റെ ഇൻ്റലിജൻസ്. അതുപോലെ നമ്മൾ മെഷീനെ മിമിക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർട്ടിഫിഷ്യലി നമ്മൾ ഇൻ്റലിജൻസ് ഇൻകോപ്പറേറ്റ് ചെയ്യുകയാണ്. ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ആ വലിയ ഡൊമൈനിനകത്തുള്ള ഒരു സബ്സെറ്റാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പം ഈ മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ മെഷീനെ കൊണ്ട് ലേൺ ചെയ്യിക്കുന്നത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അൽഗോരിതംസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡേറ്റ ഉപയോഗിച്ചിട്ട് നമ്മൾ മെഷീനെ ലേൺ ചെയ്യുകയാണ്. ആ മെഷീൻ ലേണിങ്ങിൽ തന്നെ ഉള്ള ഒരു സബ്സെറ്റാണ് ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡീപ്പ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ മൾട്ടിപ്പിൾ ലെയേഴ്സ് ഉള്ള ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ സഹായത്തോടെ നമ്മൾ ഈ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ടെർമിനോളജീസിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം മെഷീൻ ലേണിങ്ങും അതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സും നോക്കാം. മെഷീൻ ലേണിങ്ങിനെ മെയിനായിട്ട് മൂന്നാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. നമുക്കൊന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് വേണ്ടി 4 ആയിട്ടും തിങ്ക് ചെയ്യാം. അത് സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഉണ്ട്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ഉണ്ട്, സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഉണ്ട്, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ഉണ്ട്. സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെഷീനെ പഠിപ്പിക്കുകയാണ്, അല്ലേ, ലേൺ ചെയ്യിക്കുകയാണ്. ആ ലേൺ ചെയ്യിക്കുമ്പം നമ്മൾ ഇപ്പം ഉദാഹരണമായിട്ട് ഞാനൊരു ആപ്പിളും ഓറഞ്ചും എനിക്ക് മെഷീനെ പഠിപ്പിക്കണം. സോ ഞാൻ ആപ്പിളിൻ്റെയും ഓറഞ്ചിൻ്റെയും ഫീച്ചേഴ്സ് ലൈക്ക് കളർ, ടെക്സ്ചർ, ഷേപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും ഒരുപക്ഷെ ഞാനും ആപ്പിളിനെയും ഓറഞ്ചിനെയും തമ്മിൽ തിരിച്ചറിയുന്നത്. സോ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് നമ്മൾ ഈ ഒബ്ജക്റ്റുകളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ട് അത് ആപ്പിൾ ആണെങ്കിൽ ആപ്പിൾ അല്ലെ ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ച് എന്ന ലേബൽ കൊടുത്ത് പഠിപ്പിക്കുന്ന ടൈപ്പ് അൽഗോരിതത്തിനെയാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതം എന്ന് പറയുന്നത്. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സെറ്റ് ഓഫ് ആപ്പിൾസ് അല്ലെങ്കിൽ ഓറഞ്ചസ് ഒരു ബാസ്ക്കറ്റിൽ കിടക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഒരു കുട്ടീനോട് പറയുകയാണ് ഇതിനെ നിങ്ങൾ 2 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യൂ എന്ന് പറയുമ്പം അവിടെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് തന്നെ അറിയാം, നമ്മൾ ആ പാറ്റേൺസിനെ നോക്കിയിട്ട് 2 ഗ്രൂപ്പുകളാക്കി മാറ്റുകയല്ലേ. സോ അതാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിക്സ് ഓഫ് ലേബിൾഡും ഉണ്ടാവും, കുറച്ച് ഡേറ്റ ലേബിൾഡ് ആയിരിക്കും, ബാക്കി കുറച്ച് അൺലേബിൾഡും ആയിരിക്കും. അപ്പോൾ അതിനെ വെച്ചുകൊണ്ട് മെഷീനെ പഠിപ്പിക്കാൻ പറ്റും. ആ ടൈപ്പ് ലേണിങ്ങിനെയാണ് സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടും വരും. ഇവിടെ നമ്മൾ റിവാർഡും പെനാൽറ്റിയുടെ സഹായത്തോടെ മോഡലുകൾ അല്ലെ അൽഗോരിതംസിനെ ട്രെയിൻ ചെയ്ത് മെഷീനെ പഠിപ്പിക്കുന്നതാണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. സാധാരണയായിട്ട് ഈ റീഇൻഫോഴ്സ്മെന്റ് ടൈപ്പ് ലേണിംഗ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് റോബോട്ടിക്സിന്റെ ഫീൽഡിലാണ്. അപ്പം നമുക്ക് ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ടൈപ്പ് ഓഫ് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഇതാ ഇവിടെ ഇത് ഏതെങ്കിലും എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ സൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെ എക്സാമ്പിൾസ് അൽഗോരിതംസ് നേവ് ബയേഴ്സ്, സപ്പോർട്ട് വെക്ടർ മെഷീൻ, SVM, ഡിസിഷൻ ട്രീ, റാൻഡം ഫോറസ്റ്റ്. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതംസ് എന്ന് പറഞ്ഞാൽ K-നിയറസ്റ്റ് നെയ്ബർ അല്ലെങ്കിൽ KNN, SVD, ക്ലസ്റ്ററിംഗ് അൽഗോരിതംസ്, DB സ്കാന്. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് അൽഗോരിതംസ് ആണ് Q ലേണിംഗ്, മോണ്ടി കാർലോ അൽഗോരിതംസ്, മാർക്കോവ് ഡിസിഷൻസ്. ഇത് നിങ്ങൾക്ക് MCQ ചോദിക്കുവാണെങ്കിൽ നമുക്ക് എഴുതാനാണ്. ഇനി മെഷീൻ ലേണിങ്ങും നമ്മൾ ഡീപ്പ് ലേണിങ്ങും പറയുവാണെങ്കിൽ മെഷീൻ ലേണിങ്ങിൽ നമ്മൾ മെഷീനെ പഠിപ്പിക്കുന്ന ഡേറ്റ എപ്പോഴും സ്ട്രക്ചേർഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ന്യൂമറിക്കൽ ടാബുലാർ ടൈപ്പ് ഡേറ്റ ആയിരിക്കണം. ഡീപ്പ് ലേണിംഗ് പഠിപ്പിക്കുന്ന ഡേറ്റ എപ്പോഴും സാധാരണയായിട്ട് അൺസ്ട്രക്ചേർഡ് ഡേറ്റയാണ്. ഉദാഹരണമായിട്ട് നമുക്ക് ഇമേജസ്, വീഡിയോസ് ഇങ്ങനെയുള്ള ഡേറ്റയൊക്കെ നമുക്ക് ഡീപ്പ് ലേണിംഗ് ഉപയോഗിച്ചിട്ട് പഠിപ്പിക്കാം. ഇനി നമ്മൾ ട്രെയിനിങ്ങിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ റൈറ്റ് ഫീച്ചേഴ്സ് കൊടുത്താലേ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. പക്ഷേ ഡീപ്പ് ലേണിംഗ് അൽഗോരിതംസിൽ നമ്മൾ ഫീച്ചർ അല്ല കൊടുക്കുന്നത്, നമ്മളുടെ ഇൻപുട്ട് ഇമേജ് രൂപത്തിലോ വീഡിയോ രൂപത്തിലോ കൊടുക്കുമ്പോൾ അതിനകത്തുള്ള നെറ്റ്വർക്കുകൾ ഓട്ടോമാറ്റിക്കലി ഫീച്ചറുകളെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് തനിയെ പഠിച്ചോളൂ. ഒന്നുകൂടി പറയാം, മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് മോഡൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ കറക്റ്റ് ആ ഡൊമൈൻ്റെ ഫീച്ചേഴ്സ് മെഷീനെ ഫീഡ് ചെയ്താൽ മാത്രമേ അത് പഠിക്കത്തുള്ളൂ. പക്ഷേ ഡീപ്പ് ലേണിംഗ് അൽഗോരിതംസിൽ ഫീച്ചേഴ്സ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി തന്നെ അത് ഫീച്ചേഴ്സ് എക്സ്ട്രാക്ട് ചെയ്തെടുത്തോളും. ഉദാഹരണമായിട്ട് കൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ കൺവല്യൂഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ്റെ വഴി നമ്മൾ അവിടെ ഫീച്ചേഴ്സ് എക്സ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഹൈപ്പർ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ നമുക്ക് നമ്മൾ കൊടുക്കുന്ന പാരാമീറ്റേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് ആ മോഡൽ അല്ലെങ്കിൽ ഏത് മോഡലാണോ നമ്മൾ ഉണ്ടാക്കുന്നത് ആ മോഡലിന് കൊടുക്കുന്ന പാരാമീറ്ററുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെഷീൻ ലേണിങ്ങിൽ കുറച്ച് നമ്പർ ഓഫ് പാരാമീറ്റേഴ്സേ യൂസറിന്
ചേഞ്ച് ചെയ്ത് കൊടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഡീപ്പ് ലേണിംഗ് അൽഗോരിതംസ് ഓൾറെഡി പറയുമ്പോൾ ഡീപ്പാണ്. ഡീപ്പ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ലെയേഴ്സും അതിൻ്റെ ആർക്കിടെക്ചറും ഒക്കെ ഭയങ്കര കോംപ്ലക്സ് ആണ്. അതുകൊണ്ട് അവിടെ നമ്പർ ഓഫ് ഹൈപ്പർ പാരാമീറ്റേഴ്സ് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, ഇനി അൽഗോരിതംസ് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂടെ ഡിസിഷൻ ട്രീ, SVM, റാൻഡം ഫോറസ്റ്റ് എല്ലാം മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ആണെങ്കിൽ ഡീപ്പ് ലേണിംഗ് അൽഗോരിതംസിൻ്റെ എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ കൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്ക്, RNN, ട്രാൻസ്ഫോമർ മോഡൽസ് ഇല്ലേ, ChatGPT പോലുള്ള ഓട്ടോ എൻകോഡേഴ്സ്, ഇതെല്ലാമാണ്. അപ്പം ഇത്രയൊക്കെ നിങ്ങൾ അത്യാവശ്യം നിങ്ങൾ നോക്കിയിരിക്കണം. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാം അറിയാം. ഫ്രോഡ് ഡിറ്റക്ഷൻ, റെക്കമെൻഡേഷൻ സിസ്റ്റം, ഇതെല്ലാം മെഷീൻ ലേണിംഗ് മോഡൽസിൻ്റെ കേപ്പബിലിറ്റീസ് ആണ്, ആപ്ലിക്കേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇമേജ് റെക്കഗ്നിഷൻ, സ്പീച്ച് റെക്കഗ്നിഷൻ, അതേപോലെ സെൽഫ് ഡ്രൈവിംഗ് കാർസ്, ഇതെല്ലാം നമുക്ക് ഡീപ്പ് ലേണിംഗ് അൽഗോരിതംസിൻ്റെ ആപ്ലിക്കേഷനായിട്ട് കൺസിഡർ ചെയ്യാം. നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ മെഷീൻ ലേണിംഗിൻ്റെ ആ 3 ക്ലാസിഫിക്കേഷൻസ് തന്നെയാണ്. മെഷീൻ ലേണിംഗിൽ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലാസിഫിക്കേഷനും ചെയ്യാൻ പറ്റും, റിഗ്രഷനും ചെയ്യാൻ പറ്റും. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് ഞാനൊരു കുറേ കാര്യങ്ങൾ കൊടുത്ത് പഠിപ്പിച്ചു വെച്ചേക്കുവാണ്, ആപ്പിളിനെ ഓറഞ്ചിനെ. ഇനി ഒരു പുതിയ ഡേറ്റ കൊടുക്കുമ്പോൾ അത് ആപ്പിൾ ആണോ ഓറഞ്ച് ആണോ എന്ന് എനിക്ക് തരുന്നതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഉദാഹരണമായിട്ട് ഞാൻ മെഷീനെ പഠിപ്പിക്കുന്നു, ഉദാഹരണമായിട്ട് നമ്പർ ഓഫ് റൂംസ്, ലൊക്കേഷൻ ഇങ്ങനെ കൊടുത്തിട്ട് ഒരു ഹൗസിൻ്റെ വില പ്രെഡിക്റ്റ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ കുറച്ച് ലൊക്കേഷൻസ്, നമ്പർ ഓഫ് റൂംസും കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ഒരു വാല്യൂ അത് പ്രെഡിക്റ്റ് ചെയ്യും, ഇതുവരെ കാണാത്തത്. അപ്പോൾ അങ്ങനെ ടൈപ്പ് വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യുന്ന മോഡലിനെയാണ് നമ്മൾ റിഗ്രഷൻ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതും ഏതാണ്? സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്. അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിന് പ്രധാനമായിട്ടുള്ള എക്സാമ്പിൾ ആണ് ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ചെയ്യുക. ഡേറ്റ തരും, ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ ക്ലസ്റ്ററിങ്, PCA, പ്രിൻസിപ്പൽ കമ്പണന്റ് അനാലിസിസ് അല്ലെങ്കിൽ PCA, കെ മീൻസ് ക്ലസ്റ്ററിംഗ്, ഇതെല്ലാം അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതത്തിന് എക്സാമ്പിൾ ആണ്. ക്യൂ ലേണിംഗ്, R ലേണിംഗ് ഒക്കെയാണ് ഏത് റീഇൻഫോഴ്സ്മെന്റ് ടൈപ്പ് ലേണിംഗിന് അൽഗോരിതമാണ്, എക്സാമ്പിൾ ആണ്. ഇനി നമ്മൾ പറഞ്ഞില്ലേ സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ നമ്മൾ ഡേറ്റ എങ്ങനെയാണ് മെഷീൻ ലേണിംഗ് മോഡലിന് കൊടുക്കുന്നത്. നമ്മൾ അതിൻ്റെ ഫീച്ചേഴ്സ്, ഇപ്പോൾ ഉദാഹരണമായിട്ട് സൈസ്, ഒരു സാധനത്തിൻ്റെ സൈസ്, അതിൻ്റെ എഡ്ജ് എങ്ങനെയാണ്, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ക്ലാസ് ലേബൽ, അത് ഏത് ക്ലാസ്സിൽ പെട്ടയാണ്, ഗ്രീൻ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൽ പെട്ടയാണ്. ഇങ്ങനെയാണ് നമ്മൾ ഡേറ്റ മെഷീൻ ലേണിംഗ് മോഡൽസിന് ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടത്. പക്ഷേ ഡീപ്പ് ലേണിംഗ് മോഡൽസിൽ നമ്മൾ ഇങ്ങനെ ടാബുലറായിട്ട് ഡേറ്റയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊരു സൂപ്പർവൈസ്ഡ് ലേണിംഗിന് കൊടുക്കുന്ന ഒരു ഡേറ്റയുടെ സാമ്പിൾ എക്സാമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇൻപുട്ട് റോ ഡേറ്റ തന്നിട്ടുണ്ട്, അൺലേബിൾഡ് ആണ് ഡേറ്റ. നമ്മളെടുക്ക പറയുകയാണ് 3 ഗ്രൂപ്പുകളാക്കൂ എന്ന് പറഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഫീച്ചറിനെ ബേസ് ചെയ്തിട്ട് ഗ്രൂപ്പുകളാക്കി മാറ്റുന്നു. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീഡ്ബാക്ക് ബേസ്ഡ് മെഷീൻ ലേണിംഗ് ടെക്നിക്കാണ്. നമ്മൾ ഒരു ഏജന്റിന്റെ സഹായത്തോടെ അത് എൻവയോൺമെന്റ് നോക്കിയിട്ട് ആക്ഷൻസ് പെർഫോം ചെയ്യുകയും ആ ആക്ഷൻസ് എടുക്കുമ്പോഴുള്ള റിസൾട്ടുകൾ ഒബ്സർവ് ചെയ്യുകയും എന്നിട്ട് നമ്മൾ ഈ ആക്ഷനുകൾക്ക് എന്ത് കൊടുക്കും, ഒന്നെങ്കിൽ റിവാർഡ് കൊടുക്കും അല്ലെങ്കിൽ പെനാൽറ്റി കൊടുക്കും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ എന്ത് ചെയ്യും, നമ്മുടെ മോഡൽ അല്ലെങ്കിൽ ഏജന്റ് നല്ല രീതിയിൽ പഠിക്കും. അപ്പം നമ്മൾ കൊടുക്കുന്ന ഡേറ്റ എപ്പോഴും ഇൻപുട്ട് റോ ഡേറ്റയാണ്, വിത്തൗട്ട് എനി ക്ലാസ് ലേബൽസ് ആണ് നമ്മൾ ഇൻ ദ കേസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഫീഡ്ബാക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ മോഡൽ പഠിക്കുകയാണ്. അപ്പം മോഡൽ എന്ത് ചെയ്യും, എങ്ങനെയാണ് പഠിക്കുന്നത്, റിവാർഡ് അല്ലെങ്കിൽ പെനാൽറ്റീനെ ബേസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇത് ഗ്രൂപ്പ് ചെയ്ത് നമുക്ക് ഡേറ്റയെ തരും. ഇനി നമ്മൾ പഠിക്കാൻ പോണത് ന്യൂറൽ നെറ്റ്വർക്കിന്റെ ബേസിക് കാണാം. കാരണം ആർട്ടിഫിഷ്യൽ ANN, ഡീപ്പ് നെറ്റ്വർക്ക്, കൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്ക് എല്ലാത്തിൻ്റെയും ബേസിസ് എന്ന് പറയുന്നത് ഈ ന്യൂറോൺസ് എന്നുള്ള കൺസെപ്റ്റാണ്. ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ന്യൂറോൺസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ആർട്ടിഫിഷ്യലി നമ്മുടെ സിസ്റ്റത്തിൽ ന്യൂറോണുകളെ ചേർത്തുകൊണ്ട് ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നു. അതിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡാറ്റ ക്ലാസിഫിക്കേഷൻ നടത്താനാണ് ശ്രമിക്കുന്നത്. ഇനി ഒരു ന്യൂറോൺ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ സിമുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്നത്. X1, X2, X3 അപ് ടു XM എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഫീച്ചേഴ്സ്. ഉദാഹരണമായിട്ട് ഞാൻ ആപ്പിൾ ഓറഞ്ച് ഒരു മെഷീനെ പഠിപ്പിക്കുവാണെങ്കിൽ X1 എന്ന് പറയുന്നത് ഒരു ഫീച്ചർ, ആപ്പിളിന്റെ കളർ എന്ന് പറയുന്ന ഫീച്ചർ ആവാം. X2 എന്ന് പറയുന്നത് അതിന്റെ ടെക്സ്ചർ ഫീച്ചേഴ്സ്, സ്മൂത്ത് ആണോ അതോ റഫ് ആണോ എന്നുള്ളതാവാം. അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ന്യൂറോൺ എന്ന് പറയുന്ന ആ സംഭവം എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ ഫീച്ചറുകൾക്കും അതിനൊരു ഇമ്പോർട്ടൻസ്, അതിനെ നമുക്ക് വെയിറ്റ് അല്ലെങ്കിൽ W ആയിട്ട് ചെയ്യാം. അപ്പോൾ ആ ഇമ്പോർട്ടൻസ് X × W1 എന്ന് വെച്ചാൽ W1 എന്ന് പറയുന്ന വെയിറ്റ് X1 അസൈൻ ചെയ്യും,
W2 വെയിറ്റ് x2ന് അസൈൻ ചെയ്യും. അങ്ങനെ അസൈൻ ചെയ്തിട്ട് W1 x1 പ്ലസ് W2 x2 പ്ലസ് അപ് ടു WN xn ഇത് തമ്മിൽ ആഡ് ചെയ്യും, സം ചെയ്യും. അതാണ് സിഗ്മ. എന്നിട്ട് അതിൻ്റെ കൂടെ നമുക്കിപ്പോൾ ഒരു ഡൊമൈൻ എക്സ്പേർട്ട് ഉണ്ടെങ്കിൽ ഒരു ബയാസ് കൂടി ആഡ് ചെയ്യുക, അതെങ്ങനെ വരണം എന്നുള്ളത്. അതിനുശേഷം നമ്മൾ ഒരു ഫംഗ്ഷനിലൂടെ കടന്നു പോകും. എന്ന് വെച്ചാൽ ഈ കിട്ടിയ റിസൾട്ടിന് അടുത്ത ന്യൂറോണിലോട്ട് അല്ലെ അടുത്ത ലെയറിലോട്ട് എങ്ങനെ പാസ് ചെയ്യണമെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് ആക്ടിവേഷൻ ഫംഗ്ഷനാണ്. ഇപ്പോൾ ഒരു ത്രഷോൾഡ് ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് ആ കിട്ടിയ വാല്യൂ ഒരു 0.8 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനൊരു ത്രഷോൾഡ് ആക്ടിവേഷൻ ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. 0.5ന് മേളിലാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ എങ്കിൽ ആ ഇൻപുട്ട് കിട്ടിയ മൊത്തം സമ്മിനെ അടുത്ത ലെയറിലോട്ട് കടത്തിവിടണം, അല്ലെങ്കിൽ കടത്തിവിടണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്നതാണ് ന്യൂറോൺസിൽ നമ്മൾ എങ്ങനെ മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ന്യൂറോൺസ് എന്ന് പറയുന്നത്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്ന വാല്യൂസ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? W1 x1 പ്ലസ് W2 x2 അപ് ടു WN xn സം എടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുക? 5 എന്ന് പറഞ്ഞാൽ ആക്ടിവേഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നു. അത് നമുക്ക് പല ടൈപ്പ് ആക്ടിവേഷൻ ഫംഗ്ഷൻസ് ഉണ്ട്. ആ ആക്ടിവേഷൻ ഫംഗ്ഷനാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ സമ്മ് എങ്ങനെ അടുത്ത ലെയറിലോട്ട് പാസ് ചെയ്യണം എന്നുള്ളത്, എങ്ങനെ നമ്മുടെ പ്രഡിക്ഷൻ വരും നോക്കുന്നത്. അപ്പം നമ്മുടെ പ്രഡിക്ഷൻ കറക്റ്റായിട്ട് വരികയാണ്. ഇപ്പം നമുക്കൊരു പ്രഡിക്റ്റഡ് വാല്യൂ കിട്ടി, ആക്ച്വലി ആ വാല്യൂ അതല്ല എങ്കിൽ ആ ഡിഫറൻസ് വരുന്നതാണ് എറർ. ആ എററിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ ആപ്പിൾ എന്ന് പറയുന്നതിൻ്റെ വെയിറ്റ് ഇനിഷ്യലി 0.1 എന്ന് വെച്ചാൽ 10% ഇമ്പോർട്ടൻസേ കൊടുത്തുള്ളൂ. ഓക്കെ. ടെക്സ്ചർ എന്ന് പറയുന്ന ഫീച്ചറിന് 0.2 ഇമ്പോർട്ടൻസേ കൊടുത്തുള്ളൂ. ഓക്കെ. ഇനി ഷേപ്പിന് വേറൊരു ഇമ്പോർട്ടൻസ് കൊടുത്തു എന്ന് വിചാരിക്കും. അപ്പോൾ എന്നിട്ട് ഇതെല്ലാം കൂടി സം ചെയ്യുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ ആപ്പിളിൻ്റെ ടോട്ടൽ വാല്യൂ 1 വരണം എന്ന് പറഞ്ഞു, എനിക്കത് കിട്ടുന്നില്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഈ വെയിറ്റിൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ എനിക്കിപ്പോൾ ഒരു പ്രഡിക്റ്റഡ് വാല്യൂ കിട്ടി, അതിൻ്റെ ആക്ച്വൽ വാല്യൂ എന്താ വരണം എന്ന് നോക്കുക. അത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുന്നതിനെയാണ് നമ്മൾ ലോസ് എന്ന് പറയുന്നത്. നഷ്ടം വന്നു ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞുള്ള അൽഗോരിതം ഉപയോഗിച്ചിട്ടുകൊണ്ട് നമ്മൾ ഈ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പം ന്യൂറോൺസ് എന്താന്ന് വെച്ചാൽ ഈ ന്യൂറൽ നെറ്റ്വർക്ക്, ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ആവട്ടെ, അതേപോലെ കൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്ക്, ഡീപ്പ് നെറ്റ്വർക്കുകൾ ഏതും ആകട്ടെ, അതിൻ്റെ എല്ലാം ഒരു ബേസ് എന്ന് പറഞ്ഞാൽ ഈ ന്യൂറോണുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ന്യൂറോണുകളിൽ എന്താ ഉള്ളത്? ആക്ടിവേഷൻ ഫംഗ്ഷൻ. ആക്ടിവേഷൻ ഫംഗ്ഷൻ ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മളുടെ വന്ന ടോട്ടൽ സം ഓഫ് ഡേറ്റ അടുത്ത ലെയറിലോട്ട് പാസ് ചെയ്യണോ വേണ്ടായോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പാരാമീറ്റേഴ്സ് ഏതാണെന്ന് വെച്ചാൽ ആ ബയാസ് പാരാമീറ്റേഴ്സ് നമ്മൾ കണ്ടില്ലേ, ബയാസും ഈ വെയിറ്റ്സുമാണ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മെഷീന് ലാസ്റ്റ് കൺവേർട്ട് ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ഇനി അത് തന്നെയാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇതൊരു ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിന്റെ ഫിഗർ ആണ്. അപ്പോൾ ഒരു ഇൻപുട്ട് ലെയർ ഓഫ് ന്യൂറോൺസ് ഉണ്ട്, ഒരു ഹിഡൻ ലെയർ ഓഫ് ന്യൂറോൺസ് ഉണ്ട്, ഔട്ട്പുട്ട് ലെയർ ഓഫ് ന്യൂറോൺസ് ഉണ്ട്. അപ്പം ന്യൂറോണുകൾ നമ്മൾ ഇൻപുട്ടിലോട്ട് കൊടുക്കുന്ന നമ്മുടെ ഫീച്ചേഴ്സ് ആണ്. ഔട്ട്പുട്ട് ലെയറിൽ നമുക്ക് എന്ത് ഔട്ട്പുട്ട് ആണോ വരേണ്ട ആ ക്ലാസ് ലേബിൾസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇനി നമ്മൾ കൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലോട്ടാണ് പോണത്. കൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക് ആണ്. ഡീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്പർ ഓഫ് ലെയേഴ്സ്. തൊട്ട് മുമ്പ് നിങ്ങൾ കണ്ടില്ലേ ന്യൂറോൺസ് വെച്ചിട്ടുള്ള ഈ ഹിഡൻ ലെയേഴ്സ്, അതിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇനി കൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്കിൽ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് ഈ ന്യൂറോൺസിനൊപ്പം കൂടാതെ കുറച്ച് ഓപ്പറേഷൻസും കൂടി ഉണ്ട്. അതാണ് കൺവല്യൂഷൻ ഓപ്പറേഷൻ, മാക്സ് പൂളിംഗ് ഓപ്പറേഷൻസ് ആൻഡ് അവസാനം നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫുള്ളി കണക്റ്റഡ് ലെയറും ഉണ്ട്. കൺവല്യൂഷൻ ലെയർ എപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ CNN ആപ്ലിക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇമേജുകൾ റെക്കഗ്നൈസ് ചെയ്യുക, ഇമേജിൽ നിന്നും ഒരു കാര്യം ഐഡന്റിഫൈ ചെയ്യുക. ഒരു ഇമേജ് കൊടുക്കുകയാണെങ്കിൽ അത് ഡോഗ് ആണോ ക്യാറ്റ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു എക്സ്ട്രാ ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ചതവുണ്ടോ ഇല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഇങ്ങനെ പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. വീഡിയോ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പല പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. സാധാരണയായിട്ട് 2D ഡേറ്റയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്കിന്റെ പേരെയാണ് കൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കൺവല്യൂഷൻ എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആണ്. ഈ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പം പറയുന്നില്ല. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, കൺവല്യൂഷൻ ഓപ്പറേഷൻ ഒരു കേർണൽ ഫംഗ്ഷന്റെ സഹായത്തോടെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് ഫീച്ചറുകൾ ഓട്ടോമാറ്റിക്കലി എക്സ്ട്രാക്ട് ചെയ്യും. അപ്പം ഈ CNN അല്ലെങ്കിൽ ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്കിൽ നമ്മൾ ഒരിക്കലും ഫീച്ചർ അല്ല ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്, നമ്മൾ ഡയറക്റ്റ് നമ്മളുടെ ഇമേജ് അല്ലെങ്കിൽ വീഡിയോ ആണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അത് തനിയെ അതിൻ്റെ അൽഗോരിതംസിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും? ഫീച്ചറുകൾ എക്സ്ട്രാക്ട് ചെയ്യും.
അപ്പോൾ കിട്ടുന്ന ഫീച്ചറുകൾ പലപ്പോഴും ഹൈ ഡയമെൻഷൻ ആയതുകൊണ്ട് അതിൻ്റെ സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മാക്സ് പൂളിംഗ് ചെയ്യും. മാക്സ് പൂളിംഗ് എന്താ ചെയ്യുന്നത്, ഇമ്പോർട്ടൻറ്റ് ഫീച്ചറുകൾ മാത്രം മെയിൻറ്റെയിൻ ചെയ്യും. അതാണ് മാക്സ് പൂളിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇനി അതിനുശേഷം നമുക്ക് അവസാനം നമ്മുടെ ഡേറ്റയെ നമ്മുടെ ക്ലാസ് ടേബിളിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ലെയർ ഉപയോഗിക്കുന്നത്, ഫുള്ളി കണക്റ്റഡ് ലെയർ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ടോപ്പിക്ക് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് ചാറ്റ് GPT ആണ്. ചാറ്റ് GPT എന്ന് പറഞ്ഞാൽ ഒരു അഡ്വാൻസ്ഡ് AI ചാറ്റ് ബോട്ടാണ്. ഓപ്പൺ AI എന്ന് പറയുന്ന ഒരു കമ്പനി ഡെവലപ്പ് ചെയ്ത ബോട്ടാണ്. ഇനി GPT എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ എന്നാണ്. ഈ വാക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അറിയാം, ജനറേറ്റ് ചെയ്യും. നിങ്ങൾക്ക് അറിയാം ചാറ്റ് GPT നമ്മളൊരു കാര്യം, ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ അതൊരു ജനറേറ്റീവ് മോഡലാണ്. പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ ആണ്. പ്രീ ട്രെയിൻഡ് എന്ന് പറഞ്ഞാൽ ഇത് ഓൾറെഡി തന്നെ ഗ്ലോബൽ ആയിട്ടുള്ള ഒരുവിധ എല്ലാ ഡേറ്റാബേസിലെയും ഡേറ്റ കൊടുത്ത് ഇതിനെ പഠിപ്പിച്ചു വെച്ചേക്കുവാണ്. ഓക്കെ, അപ്പം ഇതിന് എന്ത് ചെയ്യും, ഇതിന് നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഹ്യൂമനെ പോലെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന പോലെ, നമ്മുടെ ഒരു ഫ്രണ്ടിനെ പോലെ അതിന് നമുക്ക് റെസ്പോൺസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കൊരു ചാറ്റ് GPT ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ്, നമുക്ക് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ബ്ലോഗ്സ്, എസ്സേസ്, മാർക്കറ്റിംഗ് കണ്ടന്റ്, കസ്റ്റമർ സപ്പോർട്ടിന് ഉപയോഗിക്കാൻ പറ്റും. പ്രോഗ്രാമിൽ അറിയാൻ വയ്യെങ്കിൽ നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ പ്രോഗ്രാമിംഗ് ഔട്ട്പുട്ട് കോഡുകൾ നമുക്ക് തരും. നമുക്ക് സ്റ്റുഡൻസിനെ ട്യൂട്ടർ ചെയ്യും, ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യും, ഹെൽത്ത് കെയർ ഡൊമൈനിൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, ഇത് GPT-4 എന്താന്ന് വെച്ചാൽ ചാറ്റ് GPTയുടെ ആദ്യത്തെ വേർഷൻ കഴിഞ്ഞ് പിന്നെ ഇറങ്ങിയ വേർഷനാണ്. GPT-3 ആണ് കഴിഞ്ഞു, പിന്നെ GPT-4 ഇറങ്ങി. അപ്പോൾ കുറച്ച് ലേറ്റസ്റ്റ് മോഡലാണ് GPT-4 എന്ന് പറയുന്നത്. GPT-4ൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ GPT-3നേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് വേർഷനാണ്. പിന്നെ എന്താണ്, കൂടുതൽ കാര്യങ്ങൾ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൾട്ടി മൊഡാലിറ്റി റിസൾട്ടുകൾ തരുന്നുണ്ട്, AI ട്യൂട്ടറിങ് തരുന്നുണ്ട്, കുറച്ചുകൂടി ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ. നമുക്ക് GPT-4 ഉപയോഗിച്ചിട്ട് ഒരു ഭാഷയിൽ നിന്ന് വേറൊരു ഭാഷയിലോട്ട് നമ്മൾ കൊടുക്കുന്ന ഡേറ്റയെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് നമുക്ക് വിർച്വൽ അസിസ്റ്റൻസ്, കസ്റ്റമർ സപ്പോർട്ട്, ഇതെല്ലാം നമുക്ക് പറ്റും. നമുക്ക് GPT-3 ആണെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് മാത്രമേ ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളായിരുന്നു. GPT-4 വന്നപ്പോൾ നമുക്ക് ഇമേജ് ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പം കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ടോക്കൺ ലിമിറ്റ് നോക്കുവാണെങ്കിൽ GPT-3ക്ക് 4096 ടോക്കണേ പറ്റത്തുള്ളൂ എങ്കിൽ GPT-4 വന്നപ്പോൾ 32,000 ടോക്കൺ വരെ നമുക്ക് പറ്റും. ഇനി ഇതാണ് നമ്മൾ കൂടുതൽ what are the features of GPT-4 compared to previous version എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, multimodal input, higher word limit, improved creativity, more accurate response and advanced reasoning. ഓക്കെ, അപ്പം ഏകദേശം ഇത്രയും വെച്ചുകൊണ്ട് തൽക്കാലം പോകുക. താങ്ക് യു.